പ്രൈസ് ലോർഡ്. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പ്രിയ പിതാവേ, തന്ന നല്ല സമയത്തിനാണ് നന്ദി കർത്താവേ. അടിയങ്ങളുടെ കർത്താവേ, മീറ്റിങ്ങിനെ അങ്ങ് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. അടിയങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണേ. പരിശുദ്ധാത്മാവ് എന്ത് അടിയങ്ങളോട് ആഗ്രഹിക്കുന്നോ സംസാരിക്കാൻ അത് തന്നെ കർത്താവേ അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനിടയാക്കണേ. ദൈവകൃപ ധാരാളം വ്യാപരിക്കണമേ കർത്താവേ. അടിയങ്ങൾ ഓരോ മീറ്റിങ്ങുകളും കർത്താവേ അത് സ്വർഗത്തിന് സന്തോഷം ഉണ്ടാകുന്ന ഒരു അനുഭവമാക്കി തീർക്കണമേ കർത്താവേ. അടിയങ്ങളുടെ കഴിവോ ബുദ്ധിയോ യോഗ്യതയോ ഒന്നുമല്ല കർത്താവേ, അതിലൊന്നും ആശ്രയിച്ചല്ല കർത്താവേ, പരിശുദ്ധാത്മാവിൽ മാത്രം ആശ്രയിച്ച് അടിയങ്ങൾ കർത്താവെ വചനം പറയുവാനും അത് ഏറ്റെടുക്കുവാനുള്ളൊരു വലിയ ഹൃദയം അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ കർത്താവെ. പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും എൻ്റെ കർത്താവിന് കരയറ്റുന്നു. ദൈവകൃപ ധാരാളം അടിയങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാനിടയാക്കണമേ. ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. തന്ന നല്ല സമയത്തിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഒരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാം വളരെ പരിചിതമായിട്ടുള്ള വചനമാണ്. ഞാൻ അതിനായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14:18 and 19. ആരെങ്കിലും ഒന്ന് വായിക്കാം സൗകര്യമാരെ. ജോൺ 14:18 and 19, 18-19. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യെസ്, ഇതിനകത്ത് നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു വചനമാണ്. ഇന്നിപ്പം തന്നെ തുടക്കത്തിൽ ബിജു ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ, അതായത് അതിനകത്ത് പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ചു, അതായത് സഹോദരൻ കടന്നുപോയ വഴികളെക്കുറിച്ച് നമ്മോട് പറഞ്ഞു. പക്ഷേ അതിനകത്തൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ച് കാണും. സഹോദരൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലും ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ ആരെയും ഉയർത്തിയോ താഴ്ത്തിയോ ഒന്നുമല്ല, എന്നാൽ ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് അവൻ ആശ്രയിക്കുന്ന വചനത്തിലായിരിക്കും. അപ്പോൾ ആ ഒരു വചനമായിരിക്കും ആ ഒരു ദൈവവൈതലിനെ നടത്തുന്നത്. അത് യഥാർത്ഥത്തിൽ വീണ്ടും ജനിച്ചതിൻ്റെ അതുപോലെ തന്നെ നമ്മുടെ മുന്നോട്ട് ദൈവം നമ്മെ കൊണ്ടുപോകുന്നതിൻ്റെ നമുക്കൊരു വലിയ അടയാളമായിട്ട് നമുക്കത് കാണാം. ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. നമുക്കറിയാം, അതായത് അനാഥത്വം, അതായത് ഓർഫൺ, അതായത് ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വിൽ നോട്ട് ലീവ് യു ആസ് ഓർഫൺ, ഐ വിൽ കം ടു യു. നെക്സ്റ്റ് പറയുന്ന ആഫ്റ്റർ എ ലിറ്റിൽ വൈൽ ദ വേൾഡ് വിൽ നോ ലോങ്ങർ സീ മീ, ബട്ട് യു വിൽ സീ മീ, ബിക്കോസ് ഐ ലീവ് യു വിൽ ലീവ് ഓൾസോ. ഇതിനകത്ത് 2 വാക്യങ്ങളാണ്. അതായത് ഒന്ന് അനാഥരായിട്ട് വിടുകയില്ല, അവസാനം പിന്നെ അതിനകത്ത് തൊട്ടടുത്ത് പറയുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഇത് ദൈവത്തിൽ നിന്നുള്ളൊരു, അതായത് കർത്താവിൽ നിന്നുള്ളൊരു വലിയ ഉറപ്പാണ് ഓരോ ദൈവഭേദങ്ങൾക്കുള്ള. നമുക്കറിയാം, നമ്മൾ ജീവിതത്തിൽ ഓർഫണായിട്ട്, അതായത് നമ്മൾ ഒരാൾ വിട്ടുപിരിയുന്നത്, അതായത് നമുക്കിങ്ങനെ പറയാം, ജീവിതത്തിലൊരു ശൂന്യത അനുഭവപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു അനാഥത്വത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ നമ്മളാരും അതിൽ നിന്ന് വ്യത്യാസമല്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരും നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകുമ്പോൾ, അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ ഫാദർ പോയ സമയത്ത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എന്നാൽ ഓരോരുത്തരുടെ ജീവിതത്തിൽ അതുണ്ട്. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവരും നമ്മളെ ഏറ്റവും കരുതുന്നവരും നമ്മളെ വിട്ടുപോകുമ്പോൾ. എന്നാൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ദൈവം തരുന്ന ഒരു വലിയ ഉറപ്പുണ്ട്. നമ്മൾ ഓർഫണല്ല, ആരും ഓർഫണല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവിനെ സ്വീകരിക്കുന്നവർ ആരും ഓർഫണല്ല. എന്നിട്ട് അതിനകത്ത് അവസാനം പറയുന്നുണ്ട് ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അതായത് അവൻ, നമുക്കറിയാം എന്താണ് കർത്താവ് നമുക്ക് എന്താണ് നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തം ചെയ്തത്. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു പോകാനോ തളർന്നു പോകാനോ തകർന്നു പോകാനോ അല്ല യേശു കർത്താവ് ഓരോ വ്യക്തികളെയും വിളിച്ചത്, അതായത് കർത്താവിൻ്റേതാകുന്ന വ്യക്തികളെ വിളിച്ചത് അതിനുവേണ്ടിയല്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മൾ എത്രയോ പ്രാവശ്യം, അതായത് നമ്മൾ ഈ ചർച്ചയിൽ തന്നെ നമ്മൾ എത്രയോ നമ്മുടെ ജീവനുള്ള മെസ്സേജുകൾ നമ്മുടെ ജീവിതത്തിൽ കേട്ട്, അതായത് കഴിഞ്ഞ ആഴ്ചകളോളം, അതായത് നമുക്ക് ആ ഷാജി ബദർ അതായത് ക്രിസ്തേശുവിലെ നല്ല പഠനമായി കഷ്ടം സഹിക്കുക എന്ന് തൊട്ട് നമ്മൾ ഓരോ, അതായത് കഴിഞ്ഞ ആഴ്ച അതായത് കർത്താവിനെ അന്വേഷിക്കുന്ന കാര്യം പറഞ്ഞു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേൾപ്പിച്ചു ശിഷ്യത്വത്തിൻ്റെ പാത എന്ന് പറഞ്ഞാൽ ആ ഒരു ശിഷ്യത്വത്തിൻ്റെ പാതയുടെ കൂടെ ആണ് ഈ ഒരു മെസ്സേജും നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ശിഷ്യത്വത്തിൽ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് വിടണം, എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതായത് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ കർത്താവായിരിക്കണം. എന്ന് പറഞ്ഞാൽ ആ ഒരു കർത്താവ് നമ്മുടെ ജീവിതത്തിലെല്ലാം നിവർത്തിച്ചിട്ടാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഒരു കാര്യം ഇവിടെ അനാഥരായിട്ട് വിടത്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്കൊരു പിതാവുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പിതാവിൻ്റെ കൂടെയാണ് നമ്മൾ. അപ്പം ആ ഒരു കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കുമ്പം അതിന് മുന്നിലും പുറകിലും 2 വാക്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അത് നമ്മൾ സ്ഥിരം കേൾക്കുന്ന കാര്യമാണ്. ഒന്ന്, നമ്മൾ ഉൽപ്പത്തിയിലേക്ക് പോയി കഴിഞ്ഞാൽ 3:10 പറയുന്നുണ്ട്, ആദാമിനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആദാമേ നീ എവിടെ എന്നുള്ളൊരു കാര്യം. അതായത് അത് നമുക്കറിയാം എന്ത് കോണ്ടസ്റ്റിലാണ് ദൈവം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ആ ഒരു അതായത് വ്യസനമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആദാമിനെ ഏതവസ്ഥയിൽ ദൈവം നിർത്തി, എന്നാൽ നീ ഇന്ന് എവിടെ എന്നുള്ളൊരു ചോദ്യം ആദാമിനോട് ദൈവം ചോദിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്നിപ്പം പറഞ്ഞ ഈ ഒരു വചനത്തിന് ശേഷം കർത്താവ് നമ്മെ എല്ലാവരെയും
അതായത് നമ്മളെ എല്ലാവരെയും എൻകറേജ് ചെയ്യുന്ന ഒരു വചനമുണ്ട്, ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാവുക. അത് നമുക്ക് കാണാം. അതായത് സെക്കൻഡ് പീറ്റർ 1:4 പറയുന്നുണ്ട്, നിങ്ങൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാവുക. അതായത് ഇപ്പം ബ്രദർ ഓർമ്മിപ്പിച്ചതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ പറയുക, നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള അവസ്ഥകൾ എല്ലാ മനുഷ്യനും പെർഫെക്റ്റ് ആയിട്ട് വരും. നമ്മളിപ്പം ദൈവഹിതം പറയുന്നു, അതായത് കർത്താവ് അപ്പോഴും തന്നെയാണ് പറയുന്നത്, ക്രിസ്തുയേശുവിൻ്റെ നല്ല പഠനമായിട്ട് കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു കഷ്ടത്തിനപ്പുറം ഒന്നുമില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു പ്രത്യാശ കിട്ടുന്നത് ഈ ഒരു കഷ്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ്. കർത്താവും അത് നമുക്ക് കാണിച്ചു തന്നതാണ്. എന്നാൽ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ പ്രതികൂലമായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ ജീവിതത്തിൽ പുറത്തു വരേണ്ടത് ആ ഒരു കർത്താവിൻ്റെ സ്വഭാവമാണ് എന്നുള്ളൊരു കാര്യം പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ആ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അത് വരണമെന്നില്ല. പക്ഷേ വീണ്ടും ജനിച്ച ഓരോ ദൈവപൈതങ്ങളിലും ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ പലപ്പോഴും അന്വേഷിക്കുമ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കർത്താവിൻ്റെ സ്വഭാവമായിരിക്കണം വരേണ്ടത്. അതായത് അത് എത്രത്തോളമാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട്, അതായത് ഈ 14 ജോൺ 14 മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് 14:23 വരുമ്പോഴത്തേക്ക് അവിടെ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 14:23 ജോൺ 14:23 യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യെസ്, അവിടെ ആക്ച്വലി ഇസ്കിയോർത്താവ് അല്ലാത്ത യൂദ അവനോട്, കർത്താവെ എന്ത് സംഭവിച്ചിട്ടാകുന്നു നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. യെസ്, അത് അവിടെ അതായത് ഒരു സംശയം അവിടെ വന്നിട്ട് അവർ ദൈവത്തോട് ചോദിക്കുക. അപ്പോഴും കർത്താവ് പറയുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് തിരഞ്ഞെടുത്തതാണ് ഓരോ ശിഷ്യന്മാരെ. നമുക്കറിയാം കർത്താവ് എത്രത്തോളമാണ് അതിൻ്റെ പുറകിൽ. അതായത് അത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള തീരുമാനമായിരുന്നു, അതനുസരിച്ച് നമുക്കറിയാം. എന്നാൽ അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, അതായത് എന്തുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെ അതായത് എന്തുകൊണ്ടാണ്, അതായത് എൻ്റെ അതായത് നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രയും നിന്നെ വെളിപ്പെടുത്തുവാൻ പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, അതായത് യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. എന്നിട്ട് 24, 25, 26 ഒന്ന് വായിക്കാമോ? എന്നെ സ്നേഹിക്കാത്തവൻ എൻ്റെ വചനം പ്രമാണിക്കുന്നില്ല. നിങ്ങൾ കേൾക്കുന്ന വചനം എൻ്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റേതത്രേ എന്ന് ഉത്തരം പറഞ്ഞു. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഒക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യെസ്, ഇതാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രിവിലേജ്. ഇന്നിപ്പം നമ്മൾ വചനത്തെക്കുറിച്ച് കേട്ടു. അതായത് ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അത് പിതാവിൽ നിന്നുള്ളതാണെന്ന് കർത്താവ് പറയുന്നു. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ്. അതായത് ഇത് അങ്ങനെ ഇങ്ങനെ അല്ല, ഇതിൻ്റെ പുറകിൽ ദൈവം സ്പെൻഡ് ചെയ്തതാണ്. അതായത് സ്വന്തം പുത്രനെ നമുക്കായിട്ട് തന്നതാണ്. കർത്താവ് അതിൻ്റെ പുറകിൽ അതിൻ്റെ പുറകിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. എന്നിട്ട് അതുപോലെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളമാണ് ആ ഒരു പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. പ്രതികൂലങ്ങളുള്ളപ്പോഴും പല അവസ്ഥകളുള്ളപ്പോഴും നമ്മൾ പലപ്പോഴും എവിടെയാണ് നമ്മുടെ ആ ഒരു ആശ്രയം, നമ്മുടെ ആ ഒരു ഉറപ്പും ധൈര്യവും എവിടെയാണെന്നുള്ളൊരു കാര്യം. അതായത് യേശു കർത്താവ് തരുന്നൊരു വലിയ ഉറപ്പ്, അതായത് ഇത്ര നല്ല കർത്താവ്, അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കർത്താവ് നമ്മളെ കാണിക്കുന്നത്. അതായത് നമ്മുടെ പൈതങ്ങൾ അവിടെ ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞു, യങ്സ്റ്റേഴ്സിനായിട്ട് നമ്മൾ പറഞ്ഞു, അതായത് ഓരോ ആൾക്കാരെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴും ദൈവം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ. അതായത് അതിൻ്റെ 26 പറയുന്ന, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയക്കുവാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലം ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളിൽ അവസാനം നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിൽ ആദ്യം പറയുന്ന ആ ഒരു പരിശുദ്ധാത്മാവ് എന്തിനു വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ കൈവിട്ട് കളഞ്ഞിട്ടുണ്ട്. നമ്മൾ പല ലോകത്തിൻ്റെ ബുദ്ധിയിലും ലോകത്തിൻ്റെ കാര്യത്തിലും നമ്മൾ ആശ്രയിച്ചിട്ടുണ്ട്. പക്ഷേ ദൈവം നമ്മോട് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ക്രിസ്തീയ ജീവിതം, അതായത് നമുക്ക് ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. പലപ്പോഴും നമ്മുടെ പൈതങ്ങളോട് നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ പറയുമ്പോഴും ദൈവം നോക്കുന്നത് ഇവൻ നിത്യതയോട് എത്ര അടുക്കുന്നു, നിത്യത നഷ്ടപ്പെട്ടു പോകാതെ. അതായത് നമ്മുടെ ജീവിതം ഈ ലോകം കൊണ്ട് തീരുന്നതല്ല. കർത്താവ് ഈ ലോകം കൊണ്ട് തീരുന്നതാണെങ്കിൽ കർത്താവിന് അതിൻ്റെ പുറകിൽ ചിലവാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമ്മൾ നിത്യതയോളം, അതായത് അവൻ്റെ കൂടെ അവസാനത്തോളം കൊണ്ടുപോകാൻ വേണ്ടി
മാത്രമാണ് അവൻ നമ്മളെ വിളിച്ചത്. അപ്പം നമുക്ക് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അതിനകത്തൊരു അതായത് ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ പലപ്പോഴും നമ്മൾ സഭയിൽ കേൾക്കുന്ന പോലെ നമ്മൾ ആ ഒരു ഉത്തരവാദിത്വത്തോടെ എത്രത്തോളം ആയിരിക്കും. നമുക്കറിയാം യോഹന്നാൻ സ്നാപകനാണ്, അതായത് യേശു കർത്താവിൻ്റെ വരവിനെ കുറിച്ച്, അതായത് അവസാനം ഉണ്ടായിരുന്ന ആ ഒരു പ്രവാചകനായിട്ട് നമ്മൾ കണ്ടത്. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ ആ ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ല ഫലം കായ്ക്കാത്തതൊക്കെ പിതാവ് വെട്ടിക്കളയും എന്നുള്ളൊരു കാര്യം. ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ലെന്ന് നമുക്കറിയാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചോദിക്കുന്ന ഓരോ മേഖലകളിലൂടെയും ഓരോ കാര്യങ്ങളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോഴത്തേക്ക് കർത്താവിനോട് അല്ലെങ്കിൽ നമ്മോട് തന്നെ ചോദിക്കാം, കർത്താവ് ഈ ഒരു മേഖലയിൽ എൻ്റെ ജീവിതത്തിൽ നിന്ന് വരുന്നത് നല്ല ഫലമാണോ എന്നുള്ളൊരു കാര്യം. യോഹന്നാൻ പറഞ്ഞതിനെ യേശു കർത്താവ് മാറ്റിയില്ല, പക്ഷേ യേശു കർത്താവ് അതിനകത്ത് കുറച്ചും കൂടെ നമുക്ക് അതായത് കുറച്ചും കൂടെ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നതായിട്ട് നമുക്ക് കാണാം. നമുക്ക് ലൂക്ക് 13 പോകുമ്പോഴത്തേക്ക്, ലൂക്ക് 13 അവിടെ ഒരു ഉപമ യേശു കർത്താവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതായത് ഫലമില്ലാത്ത ഒരു അത്തിയുടെ കാര്യം. അതായത് ലൂക്ക് 13 അതായത് ഈ യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യം കുറച്ചും കൂടെ ഒന്ന് കർത്താവ് ഡീപ്പായിട്ട് വിശദീകരിക്കുന്നത് നമുക്കവിടെ കാണാം. ലൂക്ക് 13:6 ഒന്ന് വായിക്കാം. അവൻ ഈ ഉപമയും പറഞ്ഞു, ഒരുത്തന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളയുക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാൻ അതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് കർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ്. ഇന്നിപ്പം നമ്മൾ പറഞ്ഞു, ആ ഒരു കർത്താവിൻ്റെ ഹൃദയത്തെ നമുക്ക് കാണണമെങ്കിൽ ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാം. എന്ന് പറഞ്ഞാൽ വെട്ടിക്കളയത്തില്ലെന്നല്ല പറഞ്ഞ, യോഹന്നാൻ പറഞ്ഞതിനെ മറുത്തല്ല കർത്താവ് പറഞ്ഞു, പക്ഷേ കർത്താവ് അവിടെ ഒരു ചാൻസ് തരുന്നത് നമുക്ക് കാണാം. അതായത് അനുകൂലമല്ല, നമ്മുടെ ജീവിതം തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അതായത് ആ തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്തിരിത്തോട്ടത്തിൻ്റെ അതിനകത്ത് അത്തി, നമുക്കറിയാം കർത്താവ് ആ ഒരു ഉപമ പറയണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ പ്രതികൂലമായ അവസ്ഥയിലും കർത്താവ്, അതായത് നമ്മൾ പലപ്പോഴും ദൈവഹിതം ആലോചിക്കുമ്പം കർത്താവ് ഒന്നേ പറയുന്നുള്ളൂ. അതായത് ഇതുപോലെ തന്നെയാണ് ഒരു അത്തിയെ കർത്താവ് ശപിക്കുന്നതും കാണാം. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്ന, പ്രതികൂലമാവട്ടെ അനുകൂലമാവട്ടെ, കർത്താവ് ആഗ്രഹിക്കുന്ന ബലമുണ്ടാവുക, നമ്മുടെ ജീവിതത്തിൽ ബലമുണ്ടാകുക. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അംബാസിഡേഴ്സാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു കർത്താവിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണ് നമ്മളെങ്കിൽ നമ്മളിൽ നിന്ന് ഒരു കുറവുണ്ടായാൽ, നമ്മളാരും പൂർണ്ണരല്ല, നമ്മളെല്ലാവരും കുറവുള്ളവരാണ്. പക്ഷേ ഒരിടത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ഓരോ മേഖലകളിൽ നിന്ന് പുറത്തു വരേണ്ടത് ആ ഒരു കർത്താവായിരിക്കണം, ആ ഒരു കർത്താവിൻ്റെ സ്വഭാവമായിരിക്കണം. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരാണ്ടും കൂടെ ചാൻസ് കൊടുക്കുന്ന ഒരവസ്ഥ. എന്നാൽ അവിടെയും നമ്മൾ ബലം സൃഷ്ടിച്ചില്ല എന്നുണ്ടെങ്കിൽ വെട്ടിക്കളയുന്ന ഒരു അനുഭവം ഉണ്ടാകും. എന്നാൽ ഒരാണ്ടെന്ന് പറഞ്ഞാൽ ഒരവസരമാണ് നമുക്ക് മുന്നോട്ട് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിപ്പം ആ ഒരു അത്തിയുടെ കാര്യം, കർത്താവ് ശപിച്ച അത്തിയെ നമുക്കറിയാം, അത് വേലിയിൽ, അതായത് വഴിയിലുണ്ടായിരുന്ന അത്തി, അതായത് ഒരിടത്തും നമുക്ക് ഈ ഒരു ബലം ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ഇല്ല. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം, അതായത് ആ ഒരു അത്തിയെ ശപിക്കുമ്പോൾ പലപ്പോഴും മാനുഷികമായിട്ടും മനുഷ്യൻ ചിന്തിക്കും, പക്ഷെ അല്ല, ആത്മീയമായിട്ട് നമുക്ക് നോക്കിയാൽ കാണാം, ഏത് മേഖലയിലും എങ്ങനെ ആയാലും കർത്താവിൻ്റെ പൈതലാണോ കർത്താവ് നോക്കുന്നത്, ബലം ഉണ്ടോ ഇല്ലയോ. നമ്മുടെ ഓരോ മേഖലകളിലും നമുക്ക് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ചാൻസുകൾ ഉണ്ടാവാം, പക്ഷെ അവിടെയെല്ലാം ദൈവത്തിനൊന്ന് മാത്രം, കർത്താവെ, ആ ഒരു ബലം ഉണ്ടാകുന്ന മക്കളാണോ നമ്മളെന്നുള്ളൊരു കാര്യം. ഞാൻ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രത്തോളമാണ് ആ ഒരു കർത്താവിനോടായിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നമ്മെ തന്നെ പരിശോധിക്കാം. അതിനായിട്ട് ദൈവം, അതായത് ഈ ഓരോ മീറ്റിങ്ങുകളും കർത്താവിൻ്റെ വരവ് നമുക്കറിയാം വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളൊരു കാര്യം. എന്നുകൊണ്ടാൽ നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഈ ലോകത്ത് ജീവിച്ച്, അതായത് പലപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും കഴിയുമ്പം ഈ ലോകത്തോടല്ല കർത്താവിനോട് എത്ര അടുക്കുന്നു എന്നുള്ളൊരു കാര്യമാണ്. അത് നമ്മെ തന്നെ നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും എത്രത്തോളം നമ്മൾ ഈ ലോകത്ത് പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം നമ്മൾ കർത്താവിനോട് പറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് രണ്ട് വചനം കൂടെ വായിച്ചിട്ട് ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഇതേ സെയിം കാര്യം ഫസ്റ്റ് പീറ്ററിൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്. ഫസ്റ്റ് പീറ്റർ 3:18, 3:18. ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു.
തൊട്ടടുത്തും കൂടെ. ആത്മാവിൽ അവൻ ചെന്നു. പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകമൊരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു. നമുക്കറിയാം, എബ്രായറിൽ പറയുന്നുണ്ട് കർത്താവ് എന്താണ് ചെയ്യുന്നതെന്നുള്ള. പിതാവിൻ്റെ വലതുഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതായത് ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം, അതായത് ജഡത്തിൽ അതായത് ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതികെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളൊരു കാര്യം. ഇത് നമ്മുടെ ജീവിതത്തിൽ കോറായിട്ടുള്ളൊരു വചനമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത്, ഈ ഒരു അവസ്ഥയിലായിരിക്കുന്നത്. അതിനായിട്ട് അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനുശേഷം നോഹയുടെ കാര്യം പറഞ്ഞു, സ്നാനം എത്രത്തോളമാണ്, കഴുക്ക് കളയുന്നതല്ല എന്നുള്ളൊരു കാര്യം. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് മെമ്മറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇത് മറന്നു പോകരുത്. നമ്മുടെ ജീവിതത്തിൽ ഇത് വിട്ടുപോകരുത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെയും ഇത് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യം ഒരിക്കൽ കൂടെ, അതായത് നമ്മുടെ ഓരോ മീറ്റിങ്ങുകളിലും നമ്മളത് കേൾക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അതായത് അത് അത്രത്തോളം പ്രധാനപ്പെട്ടാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് പറയാൻ ഒന്ന് മാത്രമേ ഉള്ളൂ, കർത്താവ് നമുക്കായിട്ട് ഇതൊക്കെ ചെയ്തു എന്നുള്ളൊരു കാര്യം. അത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കണം. അതിനാണ് പരിശുദ്ധാത്മാവ്. നമ്മുടെ ഓരോ ആരാധനയും നമുക്ക് നമ്മുടെ ഓരോ മീറ്റിങ്ങുകളും അതായിരിക്കണം. എന്ന് പറഞ്ഞാൽ വേറെ യാതൊന്നും ഈ ലോകത്തുള്ള, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകം എന്ന് പറയുമ്പോഴത്തേക്ക് ആരും ഇതിന് അധീനരല്ല. നമ്മളിവിടേക്ക് തന്നെയാണ് ഇറങ്ങേണ്ടത്, നമ്മളിവിടെ തന്നെയാണ് ഇടപെടേണ്ടത്, നമ്മളിവിടെ തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ അതിലുപരിയായിട്ട് നമുക്കറിയാം, ആ കൊലോസ്യരിൽ പറയുന്നുണ്ട് ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാൻ. അതായത് നമ്മുടെ പ്രയോറിറ്റി നമ്മുടെ ജീവിതം. കഴിഞ്ഞ ചൊവ്വാഴ്ച കേട്ടതുപോലെ, അതായത് ആ ശിഷ്യത്വത്തിൻ്റെ ആത്മാവ്, അതായത് നമ്മൾ എത്രത്തോളമാണ് ആ ഒരു കർത്താവിൻ്റെ ശിഷ്യത്വത്തിൽ, അതായത് കർത്താവ് എന്താഗ്രഹിക്കുന്നോ നമ്മൾ ആ ഒരു നല്ല ശിഷ്യനായി തീരാൻ, അതായത് ആ ഒരു കർത്താവ് എന്താണ് ഓരോരുത്തരിലും ആഗ്രഹിക്കുന്ന ആ രീതിയിലായിത്തീരാൻ വേണ്ടി നമുക്ക് നമ്മെ തന്നെ ഉത്സാഹിക്കുക. അതായത് ഉത്സാഹമില്ലാതെ ഒന്നും നടക്കത്തില്ല. നമ്മൾ അതിനുവേണ്ടി ഒരു പരിശ്രമം ഇല്ലാതെ, എന്നുകൊണ്ട് നമ്മൾ വന്നു കേട്ടു, നമ്മുടെ ബൈബിൾ അടച്ചു, ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞു, അടുത്ത വെള്ളിയാഴ്ച. അങ്ങനല്ല. നമ്മൾ ഓരോരുത്തരിലും ഓരോ വ്യക്തികളിലും പരിശുദ്ധാത്മാവ് ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഉത്തരവാദിത്തം നിറവേറ്റുന്നുണ്ടോ? അതായത് എല്ലാവരെയും കർത്താവ് ആരെയും അതിനൊഴിവില്ല. നാളൊരു കാലത്ത് കഴിഞ്ഞ മുമ്പ് കേട്ടതുപോലെ നാളൊരു കാലത്ത് ആ ഒരു സന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ നമ്മുടെ കൈ ബലപ്പെടുമോ? അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ആ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിലായിത്തീരുമോ എന്നുള്ളൊരു കാര്യം. അതായത് ഞാൻ ഇതിനകത്ത് 1-2 കാര്യം കൂടെ, അതായത് യോനായുടെ പുസ്തകത്തിൽ പോകുമ്പോഴത്തേക്ക്, അതായത് യോന കർത്താവിൻ്റെ അടുത്ത് മറുതലിച്ചിട്ട്, അതായത് പോയതാണെങ്കിൽ പോലും യോനായെ പുറകി പോകുന്ന ആ ഒരു കർത്താവ്, അതായത് യോനായുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. അതായത് യോന കർത്താവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യോനായുടെ പുസ്തകം 4 അതെന്നെ വളരെയധികം എൻകറേജ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യോന പറയുന്ന ഒരു കാര്യമുണ്ട്. യോന 4, അതായത് 4:2. അവൻ യഹോവയോട് പ്രാർത്ഥിച്ചു, അയ്യോ യഹോവേ, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഇത് തന്നെ അല്ലയോ? അതുകൊണ്ടായിരുന്നു ഞാൻ തർശീശിലേക്ക് ബന്ധപ്പെട്ട് ഓടിപ്പോയത്. നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ആകയാൽ യഹോവേ, എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നത് എനിക്ക് നന്ന് എന്ന് പറഞ്ഞു. ഇതൊരു ദൈവബദലിൻ്റെ ഒരു വലിയ സാക്ഷ്യം നമുക്കവിടെ കാണാം. അതായത് ദൈവത്തെക്കുറിച്ച് പറയുന്നത്, നീ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവമായി അനർത്ഥത്തെക്കുറിച്ച് അനുതപിക്കുന്നവൻ എന്ന് ഞാൻ അറിഞ്ഞു. ഇതാവണം നമ്മുടെ ജീവിതത്തിൽ, ഇതാവണം. അതായത് യോന ഇത്രത്തോളം പോയിട്ടും ദൈവത്തെക്കുറിച്ച്, അതായത് യോനയിൽ ഒരു തെറ്റു, അതായത് ഇസ്രായേലിനെ കുറിച്ച് അധികം എരിവുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ നമുക്ക് യോനയുടെ ഭാഗത്ത് യാതൊരു കാണാൻ സാധിക്കത്തില്ല. എന്നാൽ യോനയുടെ ഹൃദയത്തിൽ എന്താണെന്നുള്ളത്, അതായത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദൈവപൈതങ്ങളുടെ ജീവിതത്തിൽ ഇത് പറയാൻ സാധിക്കുന്നുണ്ടോ? കർത്താവിനെ കുറിച്ച് നമുക്ക് വേറെ ആരെക്കുറിച്ചും പറയണ്ട, നമുക്ക് പറയാൻ അവനെക്കുറിച്ച് മാത്രമേ ഉള്ളൂ. ആ ഒരു കർത്താവിനെ കുറിച്ച് യോന ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം എന്താണെന്നുള്ളൊരു കാര്യം.
അതായത് ആ ഒരു കർത്താവ് കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള ദൈവം. യെസ്, കൃപയും കരുണയും. നമുക്കറിയാം, ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കർത്താവിന് ദീർഘക്ഷമ കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നത്. അതായത് ഇനിയും ആൾക്കാർ, ഇന്നിപ്പം പ്രിയ സഹോദരൻ ഓർമ്മിപ്പിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടാകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു മനംതിരിവ് ഉണ്ടാകുന്നുണ്ടോ? ഇപ്പം പറഞ്ഞതുപോലെ കർത്താവ് വീണ്ടും വീണ്ടും നമുക്കായിട്ട് നമുക്കായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ അതിനകത്ത് ആ ഒരു കർത്താവിനെ കുറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ എന്താണ്? യെസ്, അതായിരിക്കണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. യോന പോയിട്ടും യോനയുടെ പുറകിൽ പോയി ആ ഒരു യോന എന്നുകൊണ്ട് അതിനകത്ത് പറയുന്നത് എന്നുകൊണ്ട് ഓരോരുത്തരിലും കർത്താവിനറിയാം. നമ്മുടെ ഓരോരുത്തരെയും നമ്മൾ അറിയുന്നതിനേക്കാളും കൂടുതൽ, നമ്മൾ അന്യോന്യം അറിയുന്നതിനേക്കാൾ കൂടുതൽ, ഏറ്റവും കൂടുതൽ അറിയുന്നത് നമ്മുടെ കർത്താവിനാണ്. അത് നമ്മുടെ, അതായത് പൈതങ്ങൾക്ക് മുമ്പാകെ ഉണ്ടായിരുന്ന ഏറ്റവും, അതായത് നമ്മുടെ കൊച്ചുങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അവരവരുടെ മാതാപിതാക്കളെ കാണുമ്പോൾ നമ്മൾ എത്രത്തോളമാണ് അവരുടെ സന്നിധിയിൽ, അതായത് അവരുടെ മുമ്പാകെ നമ്മൾ എത്രത്തോളമാണ് അവർക്ക് മാതൃക. അതായത് അപ്പനെയും അമ്മയും കാണുമ്പോൾ എന്താണ് എന്ന് പറഞ്ഞാൽ അവർ പലതും ക്ഷമിക്കുമായിരിക്കും, പൊറുക്കുമായിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരെ കർത്താവിലോട്ട് നടത്തുന്നത് നമ്മളായിരിക്കണം. അതായത് ഇത് തന്നെയാണ്, അതായത് കർത്താവ് അതായത് ഇത് നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതം തുടങ്ങേണ്ടത് ഭവനത്തിൽ നിന്ന് തന്നെയാണ്. ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു കാര്യത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. യെസ്, അങ്ങനെയുള്ളത് മാത്രമേ, അവിടെ നിന്നാണ് അവർ സ്നേഹം കാണേണ്ടത്. അങ്ങനെയുള്ളവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അതായത് ഫസ്റ്റ് പീറ്ററിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 4:6 ഒന്ന് വായിക്കാമോ? ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കുവിൻ. സകലത്തിനു മുമ്പേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കുവിൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. ഈ ഒരു കാര്യമാണ് അതായത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത്. അതായത് അതിനകത്ത് 6 പറയുന്നുണ്ട്, ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തോണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അതായത് ഇതിനായിട്ടല്ലോ, അതായത് നമുക്കറിയാം സുവിശേഷം എത്രത്തോളമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതായത് നമ്മളെ നടത്തിയത് അതാണ്. എന്താണ് സുവിശേഷം? ഇതൊന്നും പറയണ്ട, ഇതൊക്കെ നമ്മൾ ഫണ്ടമെൻ്റലായുള്ള കാര്യമാണ്. എന്നാൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന കാര്യമുണ്ട്, ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, അതായത് നമ്മൾ ജഡസംബന്ധമായി പോയി കഴിഞ്ഞാൽ എത്രത്തോളമാണ് ഈ ലോകം കൊണ്ട് തീരും. പക്ഷേ ആ ഒരു ദൈവം ആഗ്രഹിക്കുന്ന ആത്മാവ് സംബന്ധമായിട്ട് ആ ഒരു കർത്താവിൻ്റെ ആയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് കാണുന്നത് അതാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളെ അതായത് നമ്മുടെ ആത്മാവിനോട് പരിശുദ്ധാത്മാവിനുള്ള ഡീലിങ്. അതായത് അത് എന്തിനാണ് ആത്മാവ്? നമുക്കറിയാം ആദാമിൻ്റെ ആ ഒരു ഏദൻ തോട്ടത്തിൽ മരിക്കപ്പെടുക, അതായത് നീ മരിക്കുമെന്ന് പറഞ്ഞത് ആ ഒരു നഷ്ടപ്പെട്ട ആത്മാവ് വീണ്ടും ജനനത്തിലൂടെ കർത്താവ് നമുക്ക് തിരിച്ചു തന്നു. അപ്പം അതിനുശേഷം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ആത്മാവ് ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് വളരെ സ്പെസിഫിക്കായിട്ട് നമ്മുടെ ഓരോരുത്തരോടും പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഇതിനായിട്ടല്ലോ മരിച്ചവരോട് സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം. ഇത് നമ്മൾ മറന്നു പോരുത്. എന്നിട്ട് നമ്മൾ വായിച്ചു, അതിനുശേഷം പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക്, അതായത് 10 പറയുന്നുണ്ട്, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ എന്നുള്ളൊരു കാര്യം. ആ 9 തൊട്ട് പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. അതിനുശേഷം 10 പറയുന്നുണ്ട്, ഓരോരുത്തന് വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ എന്നുള്ളൊരു കാര്യം. ഈ കാര്യം തന്നെയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. ഞാൻ ഇവിടെ കൊണ്ട് പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് ഓരോരുത്തർക്കും വരം ലഭിച്ചവരാണ്. ഇതിനകത്ത് ആരും ഒരു മനുഷ്യൻ പോലും ഒഴിവില്ല. പൈതങ്ങളാവട്ടെ, സഹോദരന്മാരാവട്ടെ, സഹോദരിമാരാവട്ടെ, നമുക്കറിയാം ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തും നമുക്ക് ഓരോരുത്തർക്കും എന്ത് വരാനുള്ളതെന്ന്. അപ്പം ആരും, അതായത് പലപ്പോഴും ബ്രദർ ഓർമ്മിപ്പിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അതായത് നമുക്കറിയാം വചനത്തിൽ തന്നെ നോക്കിയാൽ മതി. അപ്പോസ്തല പ്രവൃത്തിയിലൊക്കെ സ്തെഫാനോസ് എന്താണ് ചെയ്തതെന്നും അവരെ എല്ലാവരെയും തിരഞ്ഞെടുത്ത കാര്യങ്ങളൊക്കെ മേശകൾ ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ
ഒരു വ്യക്തി പോലും അതിന് ഒഴികഴിവില്ല. നമ്മൾ വന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ, അതായത് തെറ്റായിട്ടൊന്നും പറയുകയല്ല, നമ്മൾ ഓരോ വ്യക്തികളും വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓരോ വ്യക്തികളും കർത്താവിലാണെങ്കിൽ അവർക്കൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരും അതിന് ഒഴികഴിവില്ല, ഒരു വ്യക്തി പോലുമില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, അല്ലെങ്കിൽ അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനകത്ത് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 10 ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുകയും, ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം. അതിനപ്പുറം ഇല്ല. നമുക്കറിയാം ഹീബ്രൂസ് 12:3 ശേഷം പറയുന്നുണ്ട്, പ്രാപ്തിക്ക് മേലെ, അതായത് ഉയരേണ്ട ആവശ്യമില്ല, കർത്താവ് തരുന്നത് മതി. അത് ഓരോരുത്തർക്കും ഉണ്ടത്, അതിന് മേളിൽ ആരും പോകണ്ട. അപ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തവണ്ണം ആകട്ടെ എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാനിടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമീൻ. അതായത് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ദൈവത്തിനാണ് മഹത്വമുള്ളത്. നമ്മുടെ അതായത് ഇത് വെറുതെ അല്ല, നമ്മളെല്ലാവരും ആ ഒരു വരമുള്ളവരാണ്. ആരും വരത്തിന് ഒഴിവില്ല. ഞാൻ അതിലോട്ട് പോകുന്നില്ല. നമുക്കറിയാം, കൊരിന്ത്യരിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഓരോരുത്തരുടെ കൃപാവരത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ അതായത് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ വന്ന് പോകുവാനല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തികളെയും കർത്താവ് വിളിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്. അതിന് മേളിലൊന്നുമില്ല. യെസ്, നമ്മളെല്ലാവരെയും, നമ്മൾ ഓരോ പ്രാർത്ഥനാ വിഷയം അതെന്നാൽ നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മൾ ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ, നമ്മുടെ പ്രാർത്ഥനാ മുറിയിലാവട്ടെ, നമുക്ക് ദൈവം തന്ന ആ ഒരു സ്പേസിൽ നമ്മളിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാവട്ടെ, ഏത് മേഖലയിലൂടെ കർത്താവ് നമ്മളെ കൊണ്ടുപോയാലും അവിടെ നമുക്ക് കർത്താവിനോട് സംസാരിക്കാൻ സാധിക്കും, കർത്താവിനോട് ചോദിക്കാൻ സാധിക്കും, കർത്താവിൽ നിന്ന് നമുക്ക് കിട്ടും. കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തരും. നമുക്ക് അപ്പോൾ ആ ഒരു കർത്താവ് നമ്മുടെ ഓരോരുത്തരെയും ആ സമയത്ത് നമ്മോട് സംസാരിക്കും, എന്താണ് നമ്മുടെ കൃപാവരം എന്നുള്ളത്. നമുക്ക് പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവരെയും നടത്താനായിട്ട് ഞാനും പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്ത്തുന്നു. നമ്മൾ ആദ്യം തുടങ്ങിയ ആ ഒരു വചനം തന്നെ ഒന്നും കൂടെ ഒന്ന് വായിച്ചിട്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. കുറഞ്ഞൊന്നു കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. യെസ്, നമ്മൾ ഓരോരുത്തർക്കും, അതായത് നമ്മുടെ ഓരോ വചനം നമ്മളെ കേൾക്കുന്നത് നമ്മെ ഉറപ്പിക്കാനാണ്, നമ്മളെ ഓരോ വ്യക്തികളെ ഉറപ്പിക്കാൻ വേണ്ടിയാണ്, കർത്താവിൻ്റെ സന്നിധിയിൽ ആ ഒരു നിഷ്കളങ്ക മക്കളായി നിർത്തുന്നതിന് വേണ്ടിയാണ്. നമുക്കറിയാം, അതായത് അധികം വചനം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഇത് എടുക്കുന്നത്. പക്ഷേ കർത്താവ് എന്താണ് നമ്മുടെ പറയുന്നത്? അതായത് ഇതിനകത്ത് 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതായത് അനാഥരായി വിടത്തില്ല എന്നുള്ളത് വലിയ, അതായത് അനാഥത്വം അനുഭവിക്കുന്നവർക്കറിയാം അതിന് എത്ര പാടാണ്. പക്ഷെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ, അതായത് കർത്താവ് ജനറലായിട്ട് പൊതുവായിട്ട് പറഞ്ഞു, യേശു കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു കർത്താവിനെ ഏറ്റെടുക്കുമ്പോൾ, അതായത് ഇന്നിപ്പോൾ ആ ഒരു രക്ഷയെക്കുറിച്ചൊക്കെ പറഞ്ഞു, അതായത് അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലൊരു വലയമാണ്. ആ ഒരു കർത്താവാണ് എന്ന് പറഞ്ഞാൽ നമുക്കായിട്ട് പരിഹാരമായി തീർന്ന കർത്താവ്, സ്വന്തം ജീവൻ തന്ന, അതായത് ഈ ദൈവസന്നിധിയിൽ യാഗമായി തീർന്ന ആ ഒരു കർത്താവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ആ ഒരു കർത്താവിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരം ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ആ രീതിയിലായിരിക്കണം നമ്മൾ കർത്താവിനെ അറിയേണ്ടത്. വേറെ യാതൊരു രീതിയും അതായത് നമ്മൾ വന്ന് കേട്ടിട്ട് പോകാനല്ല, നമ്മൾ ആ ഒരു കർത്താവിനെ പ്രാപിച്ചുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തിൽ പോകാൻ. തിരിഞ്ഞ് എപ്പോഴും അതായത് നമ്മൾ ഓരോ മെസ്സേജിലും നമ്മൾ കേൾക്കാറുണ്ട്, വന്നതുപോലെ അല്ല പോകേണ്ടേ, ഒരു വ്യക്തി പോലും വന്നതുപോലെ പോകരുത്. ആ ഒരു നിറവോടുകൂടെ വേണം നമ്മൾ ജീവിതത്തിൽ പോകാൻ. എന്നിട്ട് അവസാനം പറയുന്നൊരു കാര്യമുണ്ട്, കുറഞ്ഞോന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ. ആ ഒരു കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനപ്പുറം വേറെ യാതൊന്നുമില്ല. അതായത് നമുക്കറിയാം, പല പാട്ടുകളിലൂടെയും പല കാര്യങ്ങളിലൂടെയും പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നുണ്ട്, ആ ഒരു കർത്താവ് നമുക്കായിട്ട് ജീവിക്കുന്നു. അതാണ് നമ്മുടെ ജീവിതത്തിൽ പിതാവിൽ നിന്നുള്ള ഉറപ്പ്. നമുക്ക് വേണ്ടിയാണ് ആ ഒരു കർത്താവ് ചെയ്തതെന്നുള്ളത്. എന്നുപറഞ്ഞാൽ കർത്താവിന് വേണമെങ്കിൽ അതായത് സ്വന്തം ഇതനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ യേശു കർത്താവിനെ നോക്കിയാൽ നമുക്കറിയാൻ സാധിക്കും, എല്ലായിടത്തും പിതാവിൻ്റെ ഇഷ്ടം എന്താണ് അത് മാത്രമേ കർത്താവ് നിർവഹിച്ചിട്ടുള്ളൂ. അതിനപ്പുറം ഒരിടത്ത് പോലും അതിനപ്പുറം പോയിട്ടേ ഇല്ല. ഇവിടെ തന്നെ നമുക്കറിയാം, യോഹന്നാന് നമ്മൾ ആ ഒരു 14 മുന്നോട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പിതാവും പുത്രനും ഒന്നിച്ച് നമ്മോട് വസിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന നമ്മുടെ സമയം, അതായത് നമുക്കറിയത്തില്ല, നമ്മുടെ സമയം നമ്മൾ വളരെ അടുത്തു, നമ്മൾ തയ്യാറെടുപ്പോടുകൂടെ
ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോ വചനം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഓരോ മേഖലകളിൽ ഇടപെടുമ്പോൾ നമ്മളെ ശുദ്ധീകരിക്കാനാണ്. യെസ്, എൻ്റെ വചനത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. അതായത് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായി തീരാൻ. അതായത് കർത്താവിൻ്റെ വചനം നമ്മളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുക ചെയ്യുന്നത്. അല്ലാതെ എന്ത് കിട്ടി എന്ത് കിട്ടിയില്ല എന്നുള്ളതല്ല, അതൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഈ ഒരു സ്വന്തം പുത്രനെ തരാൻ സാധിക്കുന്നവന് ബാക്കിയൊക്കെ ഈ ലോകത്തുള്ളതൊക്കെ വളരെ നിസ്സാരമുള്ള കാര്യമാണ്. യെസ്, എവിടെയും നമുക്ക് പറയാം ഒന്നുമല്ല അത്. അതിനേക്കാൾ അപ്പുറമാണ് കർത്താവിനെ കിട്ടിയോ, എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കുമ്പം, നമ്മൾ തിരിച്ചു പോകുന്ന സമയത്ത് നിനക്ക് എന്ത് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കുമ്പം നമുക്ക് പറയാൻ സാധിക്കണം, കർത്താവിനെ കിട്ടി, എൻ്റെ കർത്താവിനെ കൊണ്ടാണ് ഞാൻ വരുന്നത്. ആ ഒരു നിറവോടുകൂടെയാണ് നമ്മൾ ഓരോ മീറ്റിംഗ് കഴിഞ്ഞിട്ടും തിരിച്ചു പോകുന്നതെന്നുള്ളൊരു വലിയ ഉറപ്പ് നമ്മൾ ഓരോരുത്തരിലും ഉണ്ടാവണം. അല്ലാതെ നമ്മുടെ പ്രയോറിറ്റി മാറിപ്പോരുത്. കഴിഞ്ഞ ചൊവ്വാഴ്ച കേട്ടതുപോലെ ആ ഒരു ശിഷ്യനായിട്ട് കർത്താവ് വിളിച്ചെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയാണ് നമ്മളായിരിക്കുന്നത്. യെസ്, അതിനുവേണ്ടി അനേകം പേര് സ്വന്തം ജീവൻ കൊടുത്തതാണ് കർത്താവിനായിട്ട്. അത് ആ ഒരു ജീവൻ കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്തുവാ? ആ ഒരു കർത്താവുമായിട്ടുള്ള സ്നേഹത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ ആരിലും ഉള്ളതിനേക്കാളും കൂടുതൽ നമുക്ക് ആ ഒരു കർത്താവിൽ കാണാൻ സാധിക്കും ആ ഒരു സ്നേഹം. ഇന്നിപ്പോൾ ബ്രദർ ഓർമ്മിപ്പിച്ചതുപോലെ, അതായത് ആ ഒരു സഹോദരൻ്റെ കാര്യം ആയപ്പോൾ പോലും ആ ഒരു കിടക്കുന്ന ക്രിട്ടിക്കൽ അവസ്ഥയിൽ കർത്താവ് അല്ലാതെ വേറെ ആർക്കും അത് സഹായിക്കാൻ പറ്റത്തില്ല. നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും നമുക്ക് വ്യക്തിപരമായിട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെയൊക്കെ ഇറങ്ങി വന്ന് നമ്മളെ സഹായിച്ച ഒരു കർത്താവ്. യെസ്, അതാവണം നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഇതൊക്കെ വെറുതെ അല്ല. പലപ്പോഴും പ്രിയ സഹോദരൻ നമ്മുടെ ഓരോ മെസ്സേജുകളിൽ ഓർമ്മിപ്പിക്കുന്ന പോലെ നമ്മൾ ആ ഒരു കർത്താവിനെ അനുഭവിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ അത് എത്രത്തോളമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടതെന്നുള്ളൊരു കാര്യം. ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും നടത്താനായിട്ട്. അതായത് പലപ്പോഴും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും കർത്താവ് കേട്ട് ഉത്തരം അരുളുന്നുണ്ട്. ഞാനും പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്ന, അതായത് എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ നമ്മൾ കർത്താവിനായിട്ട് സ്ഥാനം കൊടുക്കുമ്പം ആ ഒരു കർത്താവല്ലാതെ വേറെ ആരും നമ്മുടെ ഒരു ഡിസിഷനിലും നമ്മുടെ ഒരു ജീവിതം, അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഈ സോളിനെ നമ്മളെ ബാധിക്കാൻ പാടില്ല. അതായത് ആ ഒരു കർത്താവായിരിക്കണം നമ്മളെ നടത്തേണ്ടത്. നമ്മുടെ എല്ലാ മേഖലകളിലും ആ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയമാവട്ടെ, അതിലാണ് നമ്മളെ തെളിയിക്കുന്നത് നമ്മൾ എന്താണെന്നുള്ളത്. അവിടെ നമ്മൾ ആ ഒരു കർത്താവിനെ ഉയർത്തിയാൽ അവൻ നമ്മെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കാണാം. ഞാൻ പൂർണ്ണമായിട്ട് ആ ഒരു കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. എല്ലാത്തിനായിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മാത്രം ഉണ്ടാവട്ടെ.